Welcome to another lecture in influence line diagrams. So ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് actually ബീമിന്റെ പോർഷൻ അല്ല. Today we are going to learn about the influence line diagrams for arches. നമ്മൾ ആർച്ച് സ്ട്രക്ചർ പഠിച്ചിരുന്നു ആറാമത്തെ മോഡ്യൂളിൽ. സോ എസെൻഷ്യലി ദിസ് ഈസ് എ ടോപ്പിക് ഓഫ് ദ 6th module from the structural analysis syllabus of the ABJ AKTU. Okay, so before we move on to understanding the influence line diagram of arches, it's actually very basic and pretty simple. It's very similar to that of beams. Let us recall a bit about arch, what we studied under arches. So what you see here is a typical arch. Or 3 hinged arch ആണ് ACB എന്നുള്ള 3 ഹിഞ്ചിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു 3 hinged arch. So it has a length L between supports. There is a length L and the mid span ന്റെ height എന്ന് പറയുന്നത് H ആണ്. Okay, and as we know archന്റെ രണ്ട് സപ്പോർട്ടിലും രണ്ട് end സപ്പോർട്ടിലും there will be a horizontal thrust which is shown this. ഓക്കെ, ഓരോ സപ്പോർട്ട് റിയാക്ഷൻസ് VA VB എന്നുണ്ടാവും. പിന്നെ അതിൻ്റെ അകത്ത് പല പല ലോഡ് ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ സപ്പോർട്ട് എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു 1 kN. ഓക്കെ, അപ്പോൾ അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ആ എക്സ് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിക്കൽ ഓർഡിനേറ്റിനെ Y എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മാക്സിമം Y എന്ന് പറയുന്നത് H ആണ്, ഈ നടുക്കത്തെ സെന്റർ ഓഫ് ദ സ്പാനിലെ വാല്യൂ, അതായത് L/2 നിൽക്കുമ്പോഴുള്ള Y. ഓക്കെ, സോ and so we have this horizontal thrust which is an important factor. അതുപോലെ തന്നെ ഒരു സെക്ഷൻ വൈസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ലെഫ്റ്റ് ഓഫ് ദ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു കട്ട് ചെയ്തിട്ട് എക്സ് എന്നുള്ള ഒരു പോയിന്റ് കട്ട് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫോർ ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ അവിടെ ഒരു നോർമൽ ത്രസ്റ്റ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ NX എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ അവിടെ ഒരു മൊമെന്റ് ഉണ്ടാവും, അതിനെയാണ് MX എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ അതുപോലെ റേഡിയൽ ഷിയറിന്റെ ഒരു വാല്യൂ ഉണ്ടാവും RX. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പൊ അതിന്റെ ഫോർമുലയും നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. നോർമൽ ത്രസ്റ്റ് ഈസ് ഗിവൺ ആസ് VX sin theta plus H sin theta. RX is given as VX cos theta minus H sin theta. അതിൽ V എന്ന് പറയുന്നത് ഈ സെക്ഷനിലെ വെർട്ടിക്കൽ ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, അതുപോലെ H is the thrust. ഓക്കെ, ആൻഡ് ഓൾ ദാറ്റ്. M കണ്ടുപിടിക്കുന്നത് സാധാരണ മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതേ ഫോർമാറ്റിൽ തന്നെ. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ILD. അപ്പോൾ നമുക്ക് ഒരു ഗിവൺ ആർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വെച്ച് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ILD ഡ്രോ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ബീമിന്റെ കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ ഷിയർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ, ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ സെക്ഷൻ, അതുപോലെ അബ്സല്യൂട്ട് മാക്സിമം ബെൻഡിങ് മൊമെന്റ്, അബ്സല്യൂട്ട് മാക്സിമം ഷിയർ ഫോഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത്. ആർച്ചിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് ഡോമിനന്റ് ആയിട്ട് 4 സാധനങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. വൺ ഈസ് ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഓക്കെ, അപ്പം ഒരു 1 kN എന്നുള്ള ലോഡ് എയിൽ നിന്നും B വരെ ഇങ്ങനെ, അതായത് ഈ ബീമിന്റെ ആർച്ചിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഈ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വാല്യൂവിന്റെ മാറ്റങ്ങൾ, അതാണ് ILD എന്ന് നമുക്കറിയാം. ഓക്കെ, സോ അപ്പം H-നുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് 1 kN എയിൽ വന്നാൽ H-നുണ്ടാകുന്ന വാല്യൂ, അത് തൊട്ട് 1 kN ബിയിൽ വന്നാൽ H-നുണ്ടാകുന്ന വാല്യൂ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റാൻഡം സെക്ഷനിലെ മൊമെന്റ്, അപ്പം അതും നമ്മൾ പഠിച്ചാണ്. അപ്പം സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സെക്ഷൻ, ഈ പോയിന്റിൽ എക്കും സിക്കും ഇടയ്ക്ക് ഒരു സെക്ഷൻ എടുക്കാന്നിരിക്കട്ടെ, ആ സെക്ഷനിൽ ഉണ്ടാകുന്ന മൊമെന്റ് കണ്ടുപിടിക്കണം. അപ്പം ഈ ലോഡ് ഈ അറ്റത്തു നിന്ന് ഈ മറ്റേ അറ്റം വരെ മാറുന്നതിനിടയ്ക്ക് ഈ പോയിന്റിൽ ഉണ്ടാകുന്ന മൊമെന്റ് എത്രയാണ്, അതുപോലെ തന്നെ ഈ പോയിന്റിൽ ഉണ്ടാകുന്ന നോർമൽ ത്രസ്റ്റ് എത്രയാണ്, ഈ പോയിന്റിൽ ഉണ്ടാകുന്ന റേഡിയൽ ഷിയർ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബീമിന്റെ കേസിൽ രണ്ട് എൻഡ് സപ്പോർട്ടും AB ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നു. അപ്പം സെക്ഷൻ ആയിട്ട് എടുത്തിരുന്നത് C എന്നൊരു പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ 3 ഹിഞ്ചഡ് ആയതുകൊണ്ട് ACB എന്നുള്ളത് സപ്പോർട്ട്സിന് അല്ലെങ്കിൽ ഹിഞ്ചസിന് ഓൾറെഡി നെയിം ചെയ്തതുകൊണ്ട് നമ്മൾ ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ILD വരയ്ക്കാനുള്ള ഇന്റർമീഡിയറ്റ് സെക്ഷൻ പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ അതിനെ D എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ MD ND RD എന്നുള്ള D ആണ് അവിടുത്തെ നൊട്ടേഷൻ. അത്രേ ഉള്ളൂ, ജസ്റ്റ് നൊട്ടേഷൻ. Okay, so let us study how to draw this, draw the ILD for horizontal thrust. Okay, actually ആർച്ചിന്റെ ILD എന്ന് പറയുമ്പോൾ കുറച്ച് ടൈം എടുക്കും, ഒന്ന് പുതിയൊരു സാധനം ആയതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി വരാൻ. സോ യു ഹാവ് ടു ബെയർ വിത്ത് മീ ഫോർ ദാറ്റ്. ഓക്കെ, സോ അഗൈൻ നമ്മൾ ആർച്ച് വരച്ചു, ലൈക്ക് ACB എന്നുള്ള 3 hinged arch, 1 kN is moving from A to B. അപ്പൊ നമുക്ക് ഇതിനിടയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ട സെക്ഷൻ വരയ്ക്കേണ്ട കാര്യമില്ല, കാരണം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ്, അറ്റൈനി സെക്ഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്. A തൊട്ട് B വരെ ലോഡ് മൂവ് ചെയ്യുമ്പോഴുള്ള H-ന്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. H-ന് എങ്ങനെ മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ബീമിൽ ചെയ്ത അതേ ഫോർമാലിറ്റി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യമേ നമുക്ക് ലോഡ് എക്കും സിക്കും ഇടയ്ക്കാണെങ്കിൽ
എന്ത് സംഭവിക്കുന്നു ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്ത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ലോഡ് എയ്ക്കും സിക്കും ഇടയ്ക്കാണ്. സോ എക്സ്, ഈ കാണുന്ന എക്സ് എന്ന് പറയുന്നത് 0യ്ക്കും L/2നും ഇടയ്ക്കാണ്. എയിൽ നിൽക്കുമ്പോൾ 0, സിയിൽ നിൽക്കുമ്പോൾ L/2. ഓക്കെ, സോ ഒബ്വിയസ്ലി വെർട്ടിക്കൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിക്കുമ്പോൾ VA plus VB will be equal to 1 MA equal to 0. ഈ പോയിന്റിൽ നിന്ന് മൊമെന്റ് എടുക്കുമ്പോൾ ലോഡ് ഇവിടെ എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നു നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, സോ 1 into x will be acting clockwise. പിന്നെ ഇവിടെ ഒരു VB into L will be acting anti-clockwise. That gives us the value of VB as x by L. VB യുടെ വാല്യൂ x by L ആണ്. VA യുടെ വാല്യൂ L minus x by L. ആക്ച്വലി നമുക്ക് വേണം VB യുടെയും VA യുടെയും ILD വരയ്ക്കാം ഈ ഒരു ഫോർമുല വെച്ച്. പക്ഷെ നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ഓക്കെ സിമിലർലി നമുക്ക് വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. സി എന്ന് പറയുന്ന പോയിന്റിലെ മൊമെന്റം 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സിഗ്മ mg equal to 0 ബിക്കോസ് ഇറ്റ്സ് ആൻ ഇന്റർണൽ ഹിഞ്ച്. ഇതിന്റെ അകത്തെ മൊമെന്റ് 0 ആയിരിക്കും. നമ്മളത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ എടുക്കാം. ഇവിടെ നമുക്ക് റൈറ്റിലോട്ട് എടുക്കുന്നത് കാരണം ലെഫ്റ്റിൽ നോക്കിയാൽ എച്ച് ഉണ്ട്, VA ഉണ്ട്, 1 ഉണ്ട്. റൈറ്റിലോട്ടാണ് നോക്കുന്നതെങ്കിൽ VBH മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈസിനെസിന് വേണ്ടി റൈറ്റിലോട്ട് നോക്കുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ H into H, അതായത് ഈ സാധനം H ഈ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ക്ലോക്ക് വൈസ്, ഇങ്ങനെ കറക്കുന്നു. പിന്നെ VB into L/2, VB ആക്ട് ചെയ്യുന്നത് സിയിൽ നിന്നും L/2 ഡിസ്റ്റൻസിലാണ്. ദാറ്റ് ഈസ് ആക്ടിങ് ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, സോ ദാറ്റ് അഗൈൻ ഗീവ്സ് us the value of H. Hന്റെ വാല്യൂ, Hന്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റൽ Hന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു VB into L/2H. അപ്പോൾ VB നമ്മളിവിടെ x by L എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഗീവ്സ് us the value of the horizontal thrust to be x/2h. അതായത് ലോഡ് 0 എയിലും എയ്ക്കും സിക്കും ഇടയ്ക്ക് നിൽക്കുമ്പോൾ എച്ചിന്റെ വാല്യൂ, ഈ എച്ച് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ x/2h ആയിരിക്കും. ആൻഡ് അതിൽ നമ്മൾ എൻഡ് കണ്ടീഷൻസ് എയിലെ വാല്യൂ സിയിലെ വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. ആക്ച്വലി ലീനിയർ കേസ് ആണ്. എക്സിന്റെ വാല്യൂ ലീനിയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, ഊഹിക്കാം. അല്ല, ഐ മീൻ ദാറ്റ്സ് ഒബ്വിയസ്. അപ്പോൾ എ എന്ന പോയിന്റിൽ ലോഡ് നിൽക്കുമ്പോൾ x will be 0 and h will also be 0. Similarly, C എന്ന പോയിന്റിൽ, അതായത് സെക്കൻഡ് എൻഡ് കണ്ടീഷൻ, C എന്ന പോയിന്റ് x equal to L/2, അവിടെ ലോഡ് നിൽക്കുമ്പോൾ h ന്റെ വാല്യൂ L/2/2h. ദാറ്റ് ഗിവ്സ് us L/4h. അപ്പോൾ 0യിൽ നിന്നും സിയിലോട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ 0 to L/4h എന്നുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇക്വേഷനും ഈ എൻഡ് കണ്ടീഷനും കണ്ടാൽ മനസ്സിലാകാം. എയിൽ 0 സിയിൽ നിൽക്കുമ്പോൾ L/4h. Okay. Similarly, let us consider a case when the load is between C and B. അതായത് L/2നും L-നും ഇടയ്ക്കുള്ള ഇവിടെയാണ് ലോഡ് നിൽക്കുന്നത്. അപ്പം ഈ x എന്ന് പറയുന്നത് പറയുമ്പോൾ ഇങ്ങനെ വരും. സോറി, ഇതായിരിക്കും x. ഓക്കെ, ദിസ് വിൽ ബി x. ആണ് 1 kilonewton. ഓക്കെ, സോ അഗൈൻ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്യുകയാണ്. VA plus VB equal to 1 and MA equal to 0. ഈ എയിൽ നിന്നുള്ള മൊമെന്റ് തന്നെ എടുത്തു. ദാറ്റ് ഗീവ്സ് us VB will be equal to x by L. Again VA will be L minus x by L. ഓക്കെ, സോ അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് VA എന്നിട്ട് MC equal to 0, സിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു. കാരണം ഇപ്പോൾ 1 kilonewton റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് ഉള്ളൂ, എച്ചും വിയും തമ്മിലുള്ള എഫക്ട് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഗീവ്സ് us the value of capital H അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് to be L minus x/2h. ഓക്കെ, അതായത് ലോഡ് സിക്കും ബിക്കും ഇടയ്ക്ക് നിൽക്കുമ്പോൾ ക്യാപിറ്റൽ Hന്റെ വാല്യൂ ദാറ്റ് വിൽ ബി L minus x/2h. അപ്പോൾ ഇവിടെ നമുക്കും എൻ കണ്ടീഷൻസ് ഇട്ട് കൊടുക്കാം. x equal to L/2 എന്നുള്ളതാണ് സിയിലെ എൻ കണ്ടീഷൻ, x equal to L എന്നുള്ളതാണ് ബിയിലെ എൻ കണ്ടീഷൻ. ഓക്കെ, അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സി എന്ന പോയിന്റിൽ എച്ചിന്റെ വാല്യൂ L/4h എന്ന് കിട്ടി. ഓക്കെ, സിമിലർലി ബിയിൽ x equal to L ഇട്ട് കൊടുക്കുമ്പോൾ എച്ചിന്റെ വാല്യൂ 0 എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, L minus x/2h എന്നുള്ളതും ഒരു ലീനിയർ ഇക്വേഷൻ തന്നെയാണ്. അപ്പം അതിന്റെ അർത്ഥം അറ്റ് സിയിലെ L/4h ആയത് റെഡ്യൂസ് ചെയ്ത് 0 ബിയിൽ 0 എന്ന് പറയുന്ന പോയിന്റിലോട്ട്, അതായത് സി ടു ബി ILD വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എച്ചിന്റെ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ അപ്പോൾ കഴിഞ്ഞ കേസും ഇതും കൂടെ കൂട്ടി നമ്മൾ ഒരുമിച്ചൊരു ILD വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെ വരും. അതായത് എച്ചിന്റെ വാല്യൂ ഒരു 1 kilonewton ലോഡ് എയിൽ നിന്ന് ബി വരെ ഒരു ആർച്ചിൽ കൂടെ, ഒരു 3 inch ആർച്ചിൽ കൂടെ പോവുകയാണെങ്കിൽ എച്ചിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ വാല്യൂ 0യിൽ നിന്നും സെന്ററിൽ L/2ല്
L/4H എന്നുള്ള ഒരു മാക്സിമം വാല്യൂവിൽ എത്തി നിൽക്കും. എന്നിട്ട് അതായത് ലോഡ് സിയിൽ എത്തുമ്പോൾ എച്ചിന്റെ വാല്യൂ ലൈക്ക് L/4H ആവും. പിന്നെ ലോഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ക്യാപിറ്റൽ എച്ചിന്റെ വാല്യൂ കുറഞ്ഞ് വീണ്ടും 0 എത്തും. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റിലാണ് ലോഡ് നിൽക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഓർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ, സോ ദ മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് വിൽ ബി ഒബ്ടൈൻഡ് വെൻ ദ ലോഡ് ഈസ് അറ്റ് സിയിൽ ലോഡ് നിൽക്കുമ്പോഴായിരിക്കും മാക്സിമം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആൻഡ് ദ വാല്യൂ വിൽ ബി L/4H. ഓക്കെ, സോ ദാറ്റ് gives us the horizontal thrust, that gives us the ILD for influence line diagram from horizontal thrust for a 3-hinged arch. Okay, then 3-hinged arch മാത്രമാണ് നമ്മൾ പഠിക്കാറുള്ളത്, അത് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. യെസ്, സിമിലർലി നമുക്ക് അടുത്തത് അറ്റ് എ സെക്ഷനിലുള്ള മൊമെന്റ് കണ്ടുപിടിക്കാം. സെക്കൻഡ് കേസ് ആണ്. നമ്മൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ പഠിച്ചു, ഇനി സെക്കൻഡ് മൊമെന്റ് അറ്റ് എ സെക്ഷൻ ഡി. അപ്പം അഗൈൻ 3-hinged arch A-C-B എന്നുള്ള 3-hinged arch എടുത്തു, അതിൻ്റെ അകത്ത് ഒരു സെക്ഷൻ ഡി എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസ് ഓർത്താൽ മതി. നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മളൊരു സെക്ഷൻ എടുക്കുന്നു. ഓൾവേസ് വി ടേക്ക് എ സെക്ഷൻ എ വിച്ച് ഈസ് അറ്റ് a distance from the LF support and the other length will be L-A. Okay, so ഇത് നമ്മുടെ A, ഇത് നമ്മുടെ B, ഇത് നമ്മുടെ C. ആൻഡ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ACB എന്നുള്ള ആർച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് D എന്നുള്ള സാധനം. അപ്പം സിക്ക് വരെ D, സ്മോൾ a ഡിസ്റ്റൻസിൽ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ L-A ആയിരിക്കും. ഓക്കെ, that will be L-A. Okay, and the 1 kN is moving from A to B. നമുക്ക് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നും സ്മോൾ a ഡിസ്റ്റൻസ് മാറിയുള്ള D എന്നുള്ള സെക്ഷനിൽ ഉണ്ടാകുന്ന മൊമെന്റിന്റെ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, ആക്ച്വലി ഇവിടെ നമുക്ക് എഴുതി സോൾവ് ചെയ്യുന്നതിനേക്കാളും ഉപരി നമ്മൾ ലോജിക്ക് വെച്ചാണ് ഈ ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ റിക്കോൾ ദാറ്റ് നമ്മൾ ഈ ആർച്ച് എന്ന് പറയുന്ന സാധനത്തെ ഭയങ്കരമായി സിംപ്ലി സപ്പോർട്ടഡ് ബീമുമായിട്ട് ഈക്വലന്റ് ആണ്. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അതിൻ്റെ അകത്ത് ലോഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതുമായിട്ട് വളരെ സിമിലർ ആണ് ആർച്ച് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഏതൊരു സെക്ഷൻ ആർച്ചിലെ ഏതൊരു പോയിന്റിന്റെ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു പോയിന്റിന്റെ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ നോക്കിയോളൂ, ഈ ഒരു പോയിന്റിന്റെ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതർ ലെഫ്റ്റ് ടു ദ ഓർ ടു ദ റൈറ്റ് ഓഫ് ദ സെക്ഷൻ ആയിരിക്കും മൊമെന്റ് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ലെഫ്റ്റിലോട്ട് എടുക്കാന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ ഈ 1 kN അല്ലാതെ വേറെ എന്തൊക്കെയോ ലോഡ് ഉണ്ട്, ആ ലോഡ് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ ഉണ്ട്, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സെക്ഷനിലെ മൊമെന്റ് എടുക്കുമ്പോൾ ഇവിടെ വരുന്ന അല്ലെങ്കിൽ ആ മൊമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ടേംസ് എന്ന് പറയുന്നത്, ഈ പോയിന്റിന് ഇപ്പുറം ലെഫ്റ്റ് വരെയുള്ള എല്ലാ ലോഡുകളുടെ ടേംസും വരും, വെർട്ടിക്കൽ ലോഡുകളുടെ ടേംസ് വരും. അതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ റിയാക്ഷന്റെ ടേം വരും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെ ടേം വരും. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് y, അങ്ങനെ ഒരു ടേമും വരും. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്, ആ ടേമിനെ ഒന്ന് മൈനസ്, അതിനെ മറന്നോളൂ. അതില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആക്ച്വലി ഈസ് എക്സാക്ട്ലി സെയിം ഓഫ് ദാറ്റ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. അതായത് L ലെങ്തില് ഒരു ബീമുണ്ട്, അല്ലെങ്കിൽ ആർച്ചിനെ വലിച്ചു നീട്ടി L ലെങ്ത് ഉള്ള ആർച്ചിനെ L ലെങ്ത് ഉള്ള ഒരു ബീമായിട്ട് കൺവേർട്ട് ചെയ്ത് ലോഡെല്ലാം അതുപോലെ തന്നെ ആർച്ചിലുള്ള പോലെ തന്നെ ഒരു ബീമിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ബീമിൽ ഉണ്ടാകുന്ന, ആ പർട്ടിക്കുലർ സെക്ഷനിൽ ഉണ്ടാകുന്ന അതേ ബെൻഡിങ് മൊമെന്റ് തന്നെയായിരിക്കും ആർച്ചിലും ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഫാക്ടർ എന്ന് പറയുന്നത് ഈ എച്ചിന്റെ ടേം വരും, -HY എന്നുള്ള ഒരു ടേമും കൂടെ വരും. ഇതാണ് ആകെയുള്ള ആർച്ചും സിംപ്ലി സപ്പോർട്ടഡ് ബീമും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പോൾ ആർച്ചിന്റെ അകത്തെ ബെൻഡിങ് മൊമെന്റിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: ആർച്ചിന്റെ ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ എക്സ് വിൽ ബി ഈക്വൽ ടു ദ ബെൻഡിങ് മൊമെന്റ് ഫോർ എ ഈക്വലന്റ് ബീം. ഒരു ഈക്വലന്റ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റിന് തുല്യമാണ്. അതിന്റെ കൂടെ H ഇൻറ്റു Y എന്നുള്ള ഫാക്ടേഴ്സ് കുറയ്ക്കണമെന്ന് മാത്രം. അപ്പം ബെൻഡിങ് മൊമെന്റ് ഫോർ ആൻ ആർച്ച് വിൽ ബി ഈക്വലന്റ് ടു bending moment at x will be equal to beam moment. അപ്പോൾ ഇതിന്റെ ഈ ആർച്ചിനെ ഒരു ബീം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഈക്വലന്റ് ബീം മൊമെന്റ് -HY എന്നുള്ള ഫാക്ടർ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, സോ ഐ തിങ്ക് വി ഹാവ് ഡിസ്കസ് ദിസ് ഓൾറെഡി ഇൻ വൺ ഓഫ് ദ ലെക്ചേഴ്സ് ഓഫ് ആർച്ചസ്. എനിക്ക് തോന്നുന്നു ഫുണിക്കുലാർ ആർച്ച് പറഞ്ഞ സമയത്ത് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് അറിയാം ഒരു കാര്യം, അതായത് നമ്മൾ ലൈക്ക് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഒരു സെക്ഷന്റെ ബെൻഡിങ് മൊമെന്റിന്റെ ILD വരയ്ക്കുകയാണെങ്കിൽ അതിന് ഇങ്ങനെ വരും. ഓക്കെ, അതിന് ഈ ഒരു ഷേപ്പ് ആയിരിക്കും വരുന്നത്. അപ്പം ഒരു ബീം മൊമെന്റ്
മൈനസ് എച്ച് വൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ILDയുടെ വരയ്ക്കാൻ നമുക്ക് ഇങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടീനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബെൻഡിങ് മൊമെന്റിനെ ജനറലൈസ് ചെയ്ത് ബീം മൊമെന്റ് മൈനസ് എച്ച് വൈ എന്നുള്ള രണ്ട് ടേംസ് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ബീം മൊമെന്റിന്റെ ILDയും അതായത് ഈ ടേമിന്റെ ILDയും ഈ ടേമിന്റെ ILDയും അറിയാമെങ്കിൽ ഈ ഫിഗറിൽ നിന്നും ഈ ILD എന്ന് പറയുന്ന ബീം മൊമെന്റിന്റെ ILD എന്ന് പറയുന്ന ഫിഗറിൽ നിന്നും HY എന്ന ടേമിന്റെ ILD എന്ന ഫിഗർ മൈനസ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അതായത് ആദ്യമേ നമ്മൾ ബീം മൊമെന്റിന്റെ ILD വരയ്ക്കുക, അതിന്റെ HY എന്നുള്ള ILD വരയ്ക്കുക, എന്നിട്ട് ഇതിനെ ഒരുമിച്ച് വെച്ച് ഫാക്ടേഴ്സിന് എവിടെ എന്തൊക്കെയാണോ കുറയ്ക്കാനുള്ളത് അത് കുറച്ചാൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ വരച്ച് കാണിക്കാം. ബീം മൊമെന്റ്, ഇതാണ് ബീം മൊമെന്റിന്റെ ILD എന്ന് പറയുന്നത്. ബീം മൊമെന്റ് ILD. ഓക്കെ, ഇത് ഇക്വലന്റ് ബീം ആണെങ്കിൽ ഡി എന്ന് പറയുന്ന സെക്ഷന്റെ ILD എന്ന് പറയുന്നത് ഈ ഷേപ്പിലെത്തും. ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് A × L-A/L. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അതുപോലെ തന്നെ HY എന്നുള്ള ടേം, H എന്ന് പറയുന്നാൽ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, Y എന്ന് പറഞ്ഞാൽ ഈ സെക്ഷന്റെ Y, അതായത് ഈ സെക്ഷൻ A ഡിസ്റ്റൻസ് മാറി നിൽക്കുന്ന ഈ സാധനം അതിന്റെ വെർട്ടിക്കൽ ഓർഡിനേറ്റ് ആണ് Y എന്ന് പറയുന്നത്. സെക്ഷന്റെ ഓർഡിനേറ്റ് A എന്ന ഡിസ്റ്റൻസിൽ നിന്നും മാറി നിൽക്കുന്ന സാധനം അല്ലെങ്കിൽ ആ സെക്ഷൻ ഹൊറിസോണ്ടലിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് Y, അതാണ് Y ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ Hന്റെ സോ Y വിൽ ബി കോൺസ്റ്റന്റ്. അപ്പം ലോഡ് എത്ര ഇവിടുന്ന് അവിടെ വരെ മാറിയാലും ഈ സെക്ഷന്റെ ഈ പർട്ടിക്കുലർ സെക്ഷന്റെ ഹൈറ്റ് Y എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ HY Y കോൺസ്റ്റന്റ് ആണ്, H മാത്രം ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ലോഡിന്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് H വേരി ചെയ്തുകൊണ്ടിരിക്കും. ആ H വേരിയേഷൻ ആണ് കഴിഞ്ഞ സ്ലൈഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ പഠിച്ച ILD for H. അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് L/4H ആണെന്നും നമ്മൾ കണ്ടതാണ്, L/4H. ഓക്കെ, അപ്പോൾ ഈ Hന്റെ കൂടെ ഈ HILDയുടെ കൂടെ Hന്റെ ILDയുടെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വലി ഒരു വ്യത്യാസവും വരുന്നില്ല, എക്സെപ്റ്റ് ദാറ്റ് ഈ ഫിഗർ ഒന്നും കൂടെ വലുതാകുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇത് കുറച്ച് വലുതാവും. സോറി, സോ അപ്പം HYയുടെ ILD എന്ന് പറയുന്നത് L/4H ആയിരുന്ന സാധനം ഓക്കെ, ഇതിന്റെ വാല്യൂ L/4H × Y വരും. L/4H × Y. ഓക്കെ, വരച്ച് എഴുതി വരുമ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, സോറി, ക്ഷമിക്കണം. എനിവേ ദിസ് കോർഡിനേറ്റ് വിൽ ബി A × L-A/L. ഓക്കെ, ഈ രണ്ട് ഫിഗറിനെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ സബ്ട്രാക്ട് ചെയ്താൽ നമ്മുടെ ILD, നമുക്ക് വേണ്ട ILD കിട്ടും. ഓക്കെ, സോ ആ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോളുക. ഈ ഫിഗർ വാട്ട് ദിസ് ഡിനോട്ട് ഈസ്, ഇതെന്താണ് ഡിനോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ആദ്യമേ കാണുന്ന ട്രയാങ്കിൾ, ഇതാണ് ബീമിന്റെ മൊമെന്റിന്റെ ILD, ഈ സാധനത്തിന്റെ ILD. ശ്രദ്ധിക്കുക, ഈ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അതിന്റെ മാക്സിമം വന്ന് നിൽക്കുന്നത്. ഓക്കെ, A × L-A/L. ഓക്കെ, സിമിലർലി സെക്കൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സാധനത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ILD ആണ്, L/4H HYയുടെ ILD. അപ്പോൾ നമുക്കറിയാം Hന്റെ ILDയുടെ മാക്സിമം വന്നിരിക്കുന്നത് സെൻട്രൽ ഹിഞ്ചിന്റെ അവിടെയാണ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ മാക്സിമം ഇവിടെ വന്നിരിക്കുന്നു. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് L/4H × Y, അതായത് ഈ Y കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ രണ്ടെണ്ണം നമ്മൾ ഒരുമിച്ച് വരച്ചു, ഈ ബീം മൊമെന്റിന്റെ ILDയും HYയുടെ ILDയും നമ്മൾ ഒരുമിച്ച് വരച്ചു. ഇനി ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ഈ പോർഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, ദിസ് ഈസ് എ പോസിറ്റീവ് പോർഷൻ, ദിസ് ഈസ് ഓൾസോ എ പോസിറ്റീവ് പോർഷൻ. അപ്പം ബീം മൊമെന്റിൽ നിന്നും HYയുടെ ഇതാണ് കുറയ്ക്കേണ്ടത്. അപ്പം ഈ ട്രയാങ്കിളിൽ നിന്നും, ഈ മുകളിൽ കാണുന്ന ട്രയാങ്കിളിൽ നിന്നും ഈ താഴെ കാണുന്ന ട്രയാങ്കിൾ കുറയ്ക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയും ഏരിയ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് വന്നു, കാരണം ഹയർ വാല്യൂവിൽ നിന്നും ലോവർ വാല്യൂ കുറയ്ക്കുകയാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്നും ഈ ട്രയാങ്കിൾ ആണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, ദിസ് ഈസ് ദ ബീം മൊമെന്റിന്റെ ട്രയാങ്കിൾ, ദിസ് വിൽ ബി ദ HY മൊമെന്റിന്റെ ILD. ഓക്കെ, അപ്പോൾ ഈ ലോവർ വാല്യൂവിൽ നിന്നും ഹയർ വാല്യൂ നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അപ്പം ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്, ദിസ് വിൽ ബി ദ ILD ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ D. ഓക്കെ, അപ്പം സോറി, ദിസ് ഈസ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക,
നമ്മളൊരു രണ്ട് ട്രയാങ്കിൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് അതിന്റെ ഇടയ്ക്കുള്ള പോർഷൻസ് ആണ് നമ്മൾ ILD ഫോർ മൂവ്മെന്റ് അറ്റ് എ സെക്ഷൻ. ദാറ്റ് ഈസ് ആദ്യത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏതാ സെക്ഷനിലാണോ കണ്ടുപിടിക്കുന്നത് ആ സെക്ഷനിലായിരിക്കും മാക്സിമം ഓർഡിനേറ്റ് വരിക, അതായത് A × L - A/L. അതുപോലെ തന്നെ C സെൻട്രൽ പോയിന്റിലായിരിക്കും സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഓർഡിനേറ്റ് L/4H × Y എന്നുള്ളതായിരിക്കും ആ വാല്യൂ. ബാക്കി A നമുക്കറിയാമായിരിക്കും, L അറിയാമായിരിക്കും, Y തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് പാരബോളിക് ആർച്ച് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കാം, സ്മോൾ എച്ചിന്റെ വാല്യൂം അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, എനിവേ അപ്പോൾ അഗൈൻ ശ്രദ്ധിക്കുക, ദിസ് ഈസ് എ പോസിറ്റീവ് പോർഷൻ. ഈ ആദ്യത്തെ ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, ദിസ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ഈ ആർച്ചില് മാക്സിമം പോസിറ്റീവ്, അതായത് ഈ ഏത് സെക്ഷനിൽ അല്ലെങ്കിൽ ലോഡ് എവിടെ വെച്ചാലാണ് ഈ സെക്ഷൻ ഡി എന്ന് പറയുന്ന നമ്മുടെ നമുക്കിപ്പോൾ ആവശ്യമുള്ള നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഡി ആണ്. അപ്പോൾ ലോഡ് എവിടെ വെച്ചാലാണ് മാക്സിമം വാല്യൂ വരുന്നത് എന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ILD ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കണ്ടാൽ ഏകദേശം ഒബ്വിയസ് ആണ്. ഈ 1 kN ലോഡ് ഡി എന്ന് പറയുന്ന പോയിന്റിൽ വന്നാലായിരിക്കും മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി സംഭവിക്കുക. ഓക്കെ, so because this is all a positive value. Okay, similarly ഈ ലോഡ് സി സെൻട്രൽ പോയിന്റിൽ വെച്ചാലായിരിക്കും ഡി എന്ന് പറയുന്ന സെക്ഷനിലെ മാക്സിമം നെഗറ്റീവ് മൊമെന്റും ഉണ്ടാകുക. ഓക്കെ, സോ ദിസ് ആർ ടു ഇന്റർപ്രിട്ടേഷൻ ദാറ്റ് വി ക്യാൻ ഡിറൈവ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ഇതിൽ അതായത് ബേസിക്കലി ഈ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ, ഈ ലോഡ് ഇവിടെ വരുമ്പോൾ ഈ ലോഡ് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് ഈ ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ ലൈക്ക് റാൻഡം ആയിട്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഓർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ ഓർഡിനേറ്റ് കണ്ടുപിടിച്ച് അത് കുറച്ചാൽ കിട്ടും. ഓക്കെ, പക്ഷെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് മാക്സിമം പോസിറ്റീവും മാക്സിമം നെഗറ്റീവും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ലോഡ് ഇവിടെ കൊണ്ടുപോയി വെക്കുക, അതായത് ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഏത് സെക്ഷനിലാണ് കണ്ടുപിടിക്കേണ്ടത് ആ സെക്ഷനിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഇക്വിലിബ്രിയം ഇക്വേഷൻസോ അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിയിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിൽ ട്രയാങ്കിളിന്റെ ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കാതെ കണ്ടുപിടിക്കാം, ട്രയാങ്കിളിന്റെ ഓർഡിനേറ്റ്സ് കണ്ടുപിടിച്ചും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പം ഈ വാല്യൂയിൽ നിന്നും, ഈ ടോട്ടൽ കാണുന്ന ഹയസ്റ്റ് വാല്യൂയിൽ നിന്നും ഈ വാല്യൂ കുറച്ചാൽ നമുക്ക് മാക്സിമം പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കിട്ടും. അതുപോലെ തന്നെ മാക്സിമം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിൽ ഈ കാണുന്ന ഓർഡിനേറ്റിൽ നിന്നും ഈ ഓർഡിനേറ്റ് കുറച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് ഒബ്വിയസ്ലി മൾട്ടിപ്ലൈഡ് ബൈ ദ ലോഡ് പോയിന്റ് ലോഡ് ആണെങ്കിൽ പോയിന്റ് ലോഡിന്റെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഡിറ്റർമൈൻ ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ horizontal thrust as well as bending moment at a section. Okay, ഇതിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് എസ്പെഷ്യലി ബെൻഡിങ് മൊമെന്റിന്റെ കുറച്ചുകൂടി ട്രിവിയൽ ആണ്, ഒരു റിട്ടൺ പ്രൂഫ് അല്ല, പക്ഷെ കുറച്ചുകൂടി ലോജിക്കായിട്ടും പ്രീവിയസ് നോളജിനെ അക്വയർ ചെയ്തതും ബേസ് ചെയ്തിട്ടാണ്. എനിവേ അതിൽ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് എവിടെ വെച്ചാണ് മാക്സിമം പോസിറ്റീവ് മൊമെന്റും മാക്സിമം നെഗറ്റീവും കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ കുറച്ച് നീളം കൂടുതലാണെന്ന് അറിയാം. എനിവേ ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ വി വിൽ ലേൺ ഹൗ ടു ഡിറ്റർമൈൻ ദ ILD ഫോർ നോർമൽ thrust as well as radial shear. Okay, till then, thank you so much.